ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് റെയിൻ ഡ്രോപ്സ്. ഇന്ന് നമ്മൾ 7ാം തരത്തിലെ സ്റ്റാൻഡേർഡ് 7ലെ ഒന്നാമത്തെ യൂണിറ്റായ നാച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന ഭാഗത്തിലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ലെസണാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലെസണിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. Let us go to the unit and lesson. Unit 1, Nature's Plenty. അല്ലേ, നാച്ചേഴ്സ് പ്രകൃതിയുടെ വിഭവ സമൃദ്ധി അല്ലേ. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് പ്രകൃതിയെപ്പറ്റി പറഞ്ഞത് നമുക്ക് നോക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നാച്ചർ, പ്രകൃതിയിലേക്ക് നോക്കുക അല്ലേ. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിതിങ് ബെറ്റർ. പ്രകൃതിയെ നന്നായി നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിതിങ് ബെറ്റർ. എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രകൃതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ചിത്രം നോക്കൂ, പ്രകൃതി എന്തൊക്കെ കാണുന്നുണ്ട്. 2 മാൻകിടാങ്ങൾ വന്നിട്ട് വെള്ളം കുടിക്കുന്നു അല്ലേ, 2 ഇപ്പുറമുണ്ട്, 4 മാൻകിടാങ്ങളുണ്ട്, പക്ഷികളുണ്ട് മുകളിൽ അല്ലേ, മനോഹരമായിട്ടുള്ള അരുവി അല്ലെങ്കിൽ പുഴ, എന്താണ് മരങ്ങൾ ഒക്കെ രസകരമായിട്ടുള്ള ഒരു പ്രകൃതി ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണ്? നിങ്ങൾ പ്രകൃതിയിലൊക്കെ ഇഴുകിച്ചേർന്ന് നടക്കാറൊക്കെ ഉണ്ടോ? ഉണ്ടാവും അല്ലേ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇതിൻ്റെ പാഠഭാഗത്തേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ഭാഗം നോക്കുക. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. ന്യൂസ് പേപ്പർ, നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടാവും. ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് വാർത്താ ശകലാണ് അല്ലേ. ന്യൂസ് പേപ്പറിൽ നിന്ന് മുറിച്ചെടുത്തൊരു വാർത്താ ശകലാണ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഉണ്ട്. റീഡ് ഇറ്റ് കെയർഫുള്ളി, അതൊന്ന് എന്താണ് വായിക്കാൻ വേണ്ടിയാണ്. എന്താണ് അതിലുള്ളത് നോക്കാം നമുക്ക്. Nature's daughter. Jharkhand. Living close to nature is living life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from the nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of Save the Forest movement. She went on nature walks with the children on weekends, explaining that our survival is linked with the survival of the forest. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം, എന്താണ് അർത്ഥം നോക്കാം. ലിവിങ് ക്ലോസ് ടു നാച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ അല്ലേ. ഇതെവിടെയാണ് നടക്കുന്നത്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് അല്ലേ. ലിവിങ് ക്ലോസ് ടു നാച്ചർ, പ്രകൃതിയോട് അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രകൃതിയോട് എന്താണ് അടുത്ത് നിന്ന് അല്ലെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്ന് വെച്ചാൽ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. അതാണ് ശരിക്കും ജീവിതം മുഴുവനായിട്ടും നമ്മൾ ജീവിക്കുന്നത്. ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുഴുവനായിട്ട് നമ്മൾ ജീവിക്കുന്നത്, പൂർണ്ണമായിട്ട് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുമ്പോഴാണെന്ന് പറയുന്നത് അല്ലേ. സൂര്യമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി എൻ ഐ ഓപ്പണർ ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം നാച്ചർ. സൂര്യമണിയുടെ കഥ എന്താണ്? വിൽ ഡെഫിനറ്റ്ലി ബി എൻ ഐ ഓപ്പണർ, ഒരു എന്താണ് കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. ആരുടെയും കണ്ണ് അല്ലെങ്കിൽ ആർക്കും അറിവ് കൊടുക്കുന്നതായിരിക്കും അല്ലേ, കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. എന്തിനുള്ള? ടു ദോസ് ഹൂ ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം നാച്ചർ. ആരാണോ പ്രകൃതിയിൽ നിന്നും ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം എന്താണ് അകന്നു നിൽക്കുന്നത്. പ്രകൃതിയായിട്ടുള്ള ബന്ധം അങ്ങനെ വിച്ഛേദിക്കാൻ പറ്റിയതല്ല. പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ സൂര്യമണീൻ്റെ കഥ കേട്ടാൽ ആർക്കും എന്താണ് പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു ഓപ്പൺ, അവരെ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കുന്നവർ. എന്താണെന്ന് നമുക്ക് നോക്കാം. Suryamani is a tribal nature activist who loves the forest and considers it as her own. Suryamani is a tribal nature activist, ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് അല്ലേ സൂര്യമണി അല്ലെ. ട്രൈബൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് സൂര്യമണി. Who loves the forest and considers it as her own. അവൾ എന്ത് ചെയ്യുന്നു? Who loves the forest, ഫോറസ്റ്റിലെ കാടിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ. ആൻഡ് കൺസിഡേഴ്സ്, എന്നിട്ട് അതിനെ കണക്കാക്കുന്നത് തന്നെയാണ് ഇറ്റ് ആസ് ഹെർ ഓൺ, അവരുടെ സ്വന്തം. ഈ കാടെന്ന് പറയുന്നത് സൂര്യമണിയുടെ സ്വന്തമാണ് എന്നാണ് കണക്കാക്കുന്നത് അല്ലേ. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൂര്യമണി. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ് അല്ലേ. സൂര്യമണി ലവ്ഡ് ദ ഫോറസ്റ്റിനെ സ്നേഹിച്ചു, കാടിനെ സ്നേഹിച്ചു അല്ലേ. ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. എന്ത് മനസ്സിലാക്കി? ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. ഈ പ്രകൃതി അല്ലെങ്കിൽ കാടിനെയൊക്കെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആർക്ക് മനസ്സിലായി? സൂര്യമണിക്ക് മനസ്സിലായി അല്ലേ. ഇൻ കോളേജിലായിരുന്നപ്പോൾ ഷീ ബിക്കേം എ പാർട്ട് ഓഫ് ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. കോളേജിലായിരുന്നപ്പോൾ എന്താണ് അവൾ സേവ് ദ ഫോറസ്റ്റ് എന്ന മൂവ്മെൻറ്റിൽ ആ ഒരു പ്രസ്ഥാനത്തിൽ അംഗമായി അല്ലേ.
She went on nature walks with the children on weekends, explaining that our survival is linked with the survival of the forest. She went on nature walks. അവിടെ എന്ത് ചെയ്തു? കണ്ടിന്യൂഡ്, വെൻ്റ് ഓൺ, അല്ലെങ്കിൽ എന്താണ്, നാച്ചുറൽ വാക്സ്, പ്രകൃതിയിലേക്ക് നടക്കുക, പ്രകൃതിയിലേക്കുള്ള നടത്തം, വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. ആഴ്ചയുടെ അവസാനങ്ങളിലൊക്കെ, അവധി ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും? കുട്ടികളെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോകും. എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. എന്താണ് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുക അപ്പോഴും അങ്ങനെ പോകുമ്പോഴേ? അവർ സർവൈവൽ, നമ്മുടെ അതിജീവനം എങ്ങനെയാണ്? ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. കാടിൻ്റെ അതിജീവനമാണ്, കാടിൻ്റെ അതിജീവനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അതിജീവനം നിലനിൽക്കുന്നതെന്ന് സൂര്യമണി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ. അപ്പോഴതാണ് ഈ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു കാര്യം, ഈ ഒരു വാർത്താ ക്ലിപ്പ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫ്രണ്ടായിട്ട് ചർച്ച ചെയ്യുക. സൂര്യമണിയുടെ പ്രവർത്തനങ്ങൾ ഫ്രണ്ടായിട്ട് ചർച്ച ചെയ്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. വാട്ട് ഈസ് ദ ന്യൂസ് ഐറ്റം എബൌട്ട്? ഈ ന്യൂസ് ഐറ്റം എന്തിനെ പറ്റിയാണ്? വാട്ട് ഈസ് ദ ന്യൂസ് ഐറ്റം എബൌട്ട് അല്ലേ? ഈ ന്യൂസ് ഐറ്റം, ഈ വാർത്താ ശകലം എന്തിനെ പറ്റിയാണ്? എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറയൂ? ആരെ പറ്റിയാണ്? എന്തിനെ പറ്റിയാണ് അല്ലേ? സൂര്യമണീസ് ലവ് ഫോർ ഫോറസ്റ്റ് അല്ലേ? കാടിനെ സ്നേഹിക്കുന്ന സൂര്യമണിയെ പറ്റിയാണ് ഈ വാർത്താ ശകലം. സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നാച്ചർ? സൂര്യമണി എന്ത് ചെയ്യുന്നു? വർക്ക്സ് ഹാർഡ്, നന്നായിട്ട് കഠിനമായി പ്രയത്നിക്കുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ടു സേവ് ദ ഫോറസ്റ്റ്, കാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂര്യമണി നന്നായി പ്രയത്നിക്കുന്നുണ്ട് അല്ലേ. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നാച്ചർ? ഇങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാർക്കും പ്രകൃതി സ്നേഹികളൊക്കെ ഉണ്ടാവും അല്ലേ? പല ആൾക്കാരും പ്രകൃതി സ്നേഹികളായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയെ സ്നേഹിച്ചിട്ട് എങ്ങനെ എന്തെങ്കിലും നല്ല ശ്രമം നടത്തിയിട്ടുണ്ടോ? പ്രകൃതിയെ രക്ഷപ്പെടുത്തി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വനങ്ങൾ പറയുന്നത് പുഴകളോ നദികളോ എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അറ്റംപ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? ഓക്കെ. അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. ഡു യു എഗ്രി? ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. അവർ സർവൈവൽ അല്ലേ, നമ്മുടെ സർവൈവൽ എന്താണ്? ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ് അല്ലേ? കാടിൻ്റെ സർവൈവലാണ് നമ്മുടെ അതിജീവനം, നമ്മുടെ സർവൈവൽ അല്ലേ? ഡു യു എഗ്രി? ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. ഇത് നിങ്ങളെ ഫ്രണ്ടായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നാച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു നാച്ചർ വാക്ക് അല്ലേ, ഒരു പ്രകൃതിയിലേക്കുള്ള നടത്തം, പ്രകൃതി വാക്ക് നടത്തം അല്ലേ, പ്രകൃതി നടത്തം അല്ലേ, വിത്ത് യുവർ ടീച്ചർ, ടീച്ചറിൻ്റെ കൂടെ പോവാണ്. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ആ ഒരു അനുഭവം എങ്ങനെയായിരിക്കും? ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. അനുയോജ്യമായ കോളങ്ങളിൽ ആ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. യു മെ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായം തേടാം അല്ലേ. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കുക. ഒന്ന്, ഐ കുഡ് സി, നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു കോളം. മറ്റൊരു കോളം ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു കോളം ഐ കുഡ് സ്മെൽ, നിങ്ങൾക്ക് എന്തൊക്കെ സ്മെൽ, മണക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ മണത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഈ 3 കോളങ്ങൾ. ഒന്നാമത്തെ കോളം ഐ കുഡ് സീ ദി ബിഗ് ട്രീസ്. നിങ്ങൾക്ക് എന്ത് കാണാം? യു കുഡ് സീ ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ കാണാം അല്ലേ. വേറെ എന്താ കാണാം? റിവേഴ്സ് കാണാം, ഹിൽസ് കാണാം, അങ്ങനെ പലതും കാണാം. അത് ആ കോളങ്ങളിൽ എഴുതുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ കോളങ്ങളിൽ എഴുതുക. ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് എന്ത് കേൾക്കാം? ദ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ്. ദ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് അല്ലേ, എന്താണ്? ഈ പക്ഷികളുടെ ചേർപ്പിംഗ് അല്ലേ, ഇങ്ങനെ പക്ഷികൾ കരയുന്ന ശബ്ദം കേൾക്കാം അല്ലേ. വേറെ എന്ത് കേൾക്കാം? ദ സൗണ്ട്സ് ഓഫ് ആനിമൽസ് കേൾക്കാം. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു കോളത്തിൽ എഴുതാം അല്ലേ. ഐ കുഡ് സ്മെൽ, എന്തൊക്കെ സ്മെൽ ചെയ്യാം? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ, പൂക്കളുടെ സുഗന്ധം അല്ലേ. ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്മെൽ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം. അപ്പം നിങ്ങളത് ഫില്ല് ചെയ്യുക അല്ലേ. അതിനുശേഷം നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് യു വുഡ് സീ ഹിയർ സ്മെൽ ഇൻ എ ഫോറസ്റ്റ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് ഇൻ എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? വാട്ട് യു വുഡ് സീ, നിങ്ങൾ എന്തൊക്കെ കാണും, ഹിയർ എന്തൊക്കെ കേൾക്കും, സ്മെൽ എന്തൊക്കെ മണക്കും, ഇൻ എ ഫോറസ്റ്റ്, ഫോറസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ മണക്കാൻ പറ്റും, എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ കേൾക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് അല്ലേ. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു, ടീച്ചർ സഹായം തേടാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റുന്ന വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ മോളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത് എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ വെച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ലെറ്റ്സ് റീഡ് എന്ന ഭാഗത്തേക്ക് പോകാം. ലെറ്റ്സ് റീഡ്. Here is a boy who acts out on a
He sets out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let us find out. നോക്കാം. Here is a boy who sets out on a trip to appreciate the beauty of nature. ഒരു കുട്ടി എന്തിനു പുറപ്പെട്ടാണ്? ഓൺ എ ട്രിപ്പ്, ഒരു ട്രിപ്പ് അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പിന് പോകുന്ന കുട്ടിയാണ് ഇവിടെ ഉള്ളത് അല്ലേ. വേർ ഡസ് ഹി ഗോ, എങ്ങോട്ടാണ് ഈ കുട്ടി പോകുന്നത്? വാട്ട് ഡസ് ഹി സീ ദർ, കുട്ടി എന്താണ് അവിടെ കാണുന്നത് അല്ലേ. ഹൗ ഡസ് ഹി ഫീൽ, കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്, നമുക്ക് നോക്കാം. അപ്പം ലെസൺ നെയിം എന്താണെന്ന് വെച്ചാൽ ഹൗ ഫാർ ഇസ് ദ റിവർ എന്നാണ്. ഹൗ ഫാർ ഇസ് ദ റിവർ, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ആണ്, റസ്കിൻ ബോണ്ട്. അപ്പം നോക്കാം, നമുക്ക് ഈ പാഠഭാഗത്തേക്ക് നോക്കാം. ഞാൻ വായിക്കാൻ പോവാണ്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of the fish in its waters and of its rocks. He wished to touch the water and know it personally. ഈ രണ്ട് പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. പാരഗ്രാഫിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിലുള്ള ചില വേർഡ്സൊക്കെ ഞാൻ പറയാണ്. സ്റ്റാൻഡ് എന്ന വാക്കിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ് അല്ലേ. പിന്നെന്താണ്? യങ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരറ്റീവ് ഫോം യങ്ങറും സൂപ്പർലേറ്റീവ് ഫോം യങ്ങസ്റ്റുമാണ്. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. സ്മാളും അഡ്ജക്റ്റീവാണ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. സ്മാളിൻ്റെ ഓപ്പോസിറ്റാണ് ബിഗ് അല്ലേ. ബിഗ് അഡ്ജക്റ്റീവാണ്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. അതിൻ്റെ അഡ്ജക്റ്റീവിൻ്റെ കമ്പാരറ്റീവ് ഫോം ബിഗ്ഗറാണ്. സൂപ്പർലേറ്റീവ് ഫോം ബിഗ്ഗസ്റ്റ് ആണ് അല്ലേ. അതൊക്കെ ഓർമ്മിക്കുക. അവിടെ ന്യൂ എന്നൊരു വാക്കുണ്ട്. ന്യൂ എന്ന വാക്ക് നോ എന്ന ക്രിയേൻ്റെ പാസ്റ്റാണ് ന്യൂ. നോ, ന്യൂ, നോൺ എന്നാണ്. KNOW നോ, KNEW ന്യൂ, KNOW നോൺ. പിന്നെ സീൻ എന്നുള്ളത് സി എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. സീ, സോ, സീൻ എന്നാണ്. സീ, സോ, സീൻ. അതുപോലെ ഹേർഡ് ഉണ്ട്. HEARD, ഹേർഡ് എന്ന് പറയുന്നത്. ഹിയർ, HEAR എന്ന വാക്കിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹേർഡാണ്. ഹിയർ, ഹിയേർഡ്, ഹിയേർഡ്. ഇതൊക്കെയാണ് ഇതിലുള്ള വാക്കുകൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ഈ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. അവിടെ എന്ത് നിന്നു? അവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ടായിരുന്നു അല്ലേ. എന്തിൻ്റെ? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ. ആ ബോയിൻ്റെയും റിവറിൻ്റെ ഇടയ്ക്കായിട്ട് എന്തുണ്ടായിരുന്നു? അവിടെ ഒരു മൗണ്ടെയിൻ, ഒരു പർവ്വതം ഉണ്ടായിരുന്നു. കണ്ട ചിത്രം കണ്ടോ നിങ്ങൾ അല്ലേ? ആ ബോയിന് അപ്പുറം റിവർ ഉണ്ട്. ആ മൗണ്ടെയിൻ്റെ അപ്പുറം റിവർ ഉണ്ട് അല്ലേ. ആ മൗണ്ടെയിൻ്റെ അപ്പുറം റിവർ ഉണ്ട്. അതിൻ്റെ ഇപ്പുറം എന്താണ്? കുട്ടി നിൽക്കുകയാണ്. കുട്ടിയുടെയും റിവറിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു മൗണ്ടെയിൻ, ഒരു മല ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. മൗണ്ടെയിൻ വെച്ചാൽ പർവ്വതം എന്നുള്ള അർത്ഥമാണ്. ദ ബോയ് വാസ് യങ്, കുട്ടി എങ്ങനെയായിരുന്നു? യങ്, ചെറുപ്പക്കാരനായിരുന്നു അല്ലേ. ആൻഡ് ദ റിവർ വാസ് സ്മോൾ, റിവർ എന്തായിരുന്നു? സ്മോൾ ആയിരുന്നു. ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്, എന്നാൽ മൗണ്ടെയിൻ എന്തായിരുന്നു? ബിഗ് ആയിരുന്നു, വലിയ മൗണ്ടെയിൻ ആയിരുന്നു. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ വാസ് ഫുൾ ഓഫ് ഫോറസ്റ്റ്. ഇറ്റ് വാസ് തിക്ലി കവേർഡ് ബൈ ഫോറസ്റ്റ്. ആൻഡ് ദിസ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ. എന്ത് ചെയ്തു? മൗണ്ടെയിൻ എന്ത് ചെയ്തു? റിവർ, ആ നദിയെ അല്ലെങ്കിൽ പുഴയെ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഹൈഡ്, ഹിഡ്, ഹിഡൻ ആണ്, മറച്ചു വെച്ചു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. കുട്ടിക്ക് എന്തറിയാമായിരുന്നു? അവിടെ റിവർ ഉണ്ടെന്ന് അറിയാമായിരുന്നു അല്ലേ. എങ്ങനെ അറിഞ്ഞത്? ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. എന്താണ്? ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. ഹി ഹാഡ് നെവർ സീൻ അല്ലേ, ഒരിക്കലും കണ്ടിട്ടില്ല. എന്താണ്? ആ റിവറിനെ സ്വന്തം കണ്ടുകൊണ്ട്, ആ ഒരു നദിയെ സ്വന്തം കണ്ടുകൊണ്ട് കുട്ടി കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. ആരിൽ നിന്നും? വില്ലേജേഴ്സ് അല്ലേ, ഗ്രാമീണരിൽ നിന്നും കുട്ടി എന്ത് കേട്ടു? ആ ഒരു റിവറിനെ പറ്റി കേട്ടു അല്ലേ. എന്തൊക്കെ കേട്ടു? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്, അതിൻ്റെ ആ വെള്ളത്തിലുള്ള എന്താണ്? ഫിഷ്, മത്സ്യങ്ങളെ പറ്റി കേട്ടു. ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്, അതിൻ്റെ എന്ത് കേട്ടു? അതിലുള്ള എന്താണ്? റോക്സ് അല്ലേ, പാറക്കല്ലുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ. കുട്ടി എന്ത് ഇഷ്ടപ്പെട്ടു? വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ആ വെള്ളം ഒന്ന് സ്പർശിച്ചിട്ട് പേഴ്സണലി അത് ഫീൽ ചെയ്യാൻ വേണ്ടി കുട്ടി ആഗ്രഹിച്ചു. അതിനെ അറിയാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ ചൂട് എന്താണെന്ന് വെച്ചാൽ അത് അറിയാൻ വേണ്ടി കുട്ടി ആഗ്രഹിച്ചു. അതാണ് ഈ രണ്ട് പാരഗ്രാഫിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കിടക്കാം.
ഞാനൊന്ന് വായിക്കുകയാണ് ഈ ഭാഗം. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അപ്പം നമുക്കിതൊന്ന് നോക്കാം, ഈ ഭാഗം നോക്കാം. ഇവിടെ എന്ന് പറയുന്ന വാക്കുകൾ എന്ന് വെച്ചാൽ കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ഗെയ്സ് ആണ്, ഗെയ്സ്ഡ് അല്ലേ. ലുക്ക്ഡ് ഫിക്സഡ്ലിയാണ്, ലുക്ക് ഫിക്സഡ്ലിയാണ് ഗെയ്സ്. ഉറ്റു നോക്കാൻ അറിയില്ലേ, ലുക്ക് ഫിക്സഡ്ലി, അതാണ് ഗെയ്സ്, ഉറ്റു നോക്കുക എന്ന വാക്കാണ് ഗെയ്സിൻ്റെ അർത്ഥം. പിന്നെ വേറൊരു വാക്ക് അവിടെ ഉണ്ട്, സ്റ്റഡി എന്ന വാക്കുണ്ട്. സ്റ്റഡി അല്ലേ. സ്റ്റഡി എന്ന് വെച്ചാൽ ഹാഡിയാണ്, ബലിഷ്ഠനായ, ഹാഡി, ബലിഷ്ഠനായ എന്നർത്ഥമാണ് സ്റ്റഡി എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ. പിന്നെന്താണ് അൺടൈഡി എന്നുള്ളത് ടൈഡീൻ്റെ ഓപ്പോസിറ്റാണ്. അൺടൈഡി അല്ലേ. കോലം കെട്ടാന്നൊക്കെ അർത്ഥമൊക്കെ ഉണ്ട്. കോലം കെട്ടത്തെ ടൈഡി വൃത്തിയായിട്ടുള്ളത്, അൺടൈഡി എന്ന് വെച്ചാൽ വൃത്തിശൂന്യം അല്ലെങ്കിൽ കോലം കെട്ടാന്നുള്ള അർത്ഥമാണ്. പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ലക്ഷണം, മുഖലക്ഷണം എന്നൊക്കെ പറയും. മുഖലക്ഷണമൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഫീച്ചേഴ്സ് അല്ലേ, നല്ല ലക്ഷണം, മൊത്തം ലക്ഷണങ്ങളുള്ള. പിന്നെ എന്തൊക്കെയാണ് വാക്ക് നമുക്ക് നോക്കാം. പിന്നെ അവിടെ എന്താണ് വാക്കുകളുള്ളത്. ഹി വാസ് ബാർഫൂട്ടഡ് എന്ന് വെച്ചാൽ നഗ്നപാതനായ എന്നർത്ഥമാണ്. ബാർഫൂട്ടഡ് മീൻസ് നഗ്നപാതനായ. വാം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് കോൾഡാണ്, കൂൾ എന്നാണ്. കൂളാണെന്നല്ല കേട്ടോ, വാം, കൂൾ. അപ്പം നമുക്ക് നോക്കാം, ഈ ഭാഗം നോക്കാം. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്. വേർ വാസ് ഹി സ്റ്റാൻഡിങ്? ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്, വീടിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു അല്ലേ. ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ, ആ ഒരു മലയുടെ മുകളിൽ, ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ, പർവ്വതത്തിൻ്റെ എതിർഭാഗത്തുള്ള മലയുടെ മുകളിൽ അവിടെ നിൽക്കുകയായിരുന്നു കുട്ടിയില്ലേ. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി, ആ ഒരു വാലി വെച്ചാൽ താഴ്വാരത്തിലൂടെ എന്ത് ചെയ്തു, ഗേസ്ഡ്, ഇങ്ങനെ ഉറ്റുനോക്കി അല്ലേ. ഗേസ്ഡ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ്, ലുക്ക് ഫിക്സ്ഡ് അല്ലേ, അതാണ് ഗേസ്ഡ്. അപ്പോൾ എന്ത് ചെയ്തു, ഡ്രീമിങ് ഓഫ് ദ റിവർ. ഹി വാസ് ഡ്രീമിങ് ഓഫ് ദ റിവർ. കുട്ടി എന്ത് സ്വപ്നം കാണുമായിരുന്നു? ഈ ഒരു റിവർ, നദിയെ സ്വപ്നം കാണുമായിരുന്നു. ഹി വാസ് അബൌട്ട് 12 years old. എത്ര വയസ്സുണ്ടായിരുന്നു? നിങ്ങളുടെ പ്രായമാണല്ലേ, നിങ്ങൾക്ക് 12 വയസ്സല്ലേ. ഹി വാസ് ആൾസോ 12 years old, 12 വയസ്സായിരുന്നു. എ സ്റ്റഡി ബോയ്, നല്ല എന്താണ്, ആരോഗ്യവാനായിട്ടുള്ള, ബലിഷ്ഠനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അതില്ലേ. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ, മുടിയൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നതാണ്. അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, നല്ല കണ്ണുകളൊക്കെ എന്താണ്, നല്ല കറുത്ത കണ്ണുകൾ അല്ലേ, ഷൈനിങ്, തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, നല്ല മുഖലക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു, ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, കുട്ടിയുടെ സ്കിൻ, തൊലി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള തൊലിയായിരുന്നു. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. കൈയും എന്താണ്, ഫീറ്റ്, കാൽപാദങ്ങൾ എങ്ങനെയായിരുന്നു, കൈകളും കാൽപാദങ്ങളും റഫ്, പരുക്കനായിരുന്നു. ആൻഡ് സ്ക്രാച്ച്ഡ്, അവിടെയൊക്കെ ചുളിവുകൾ വീണതായിരുന്നു അല്ലേ. സ്ക്രാച്ച്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഞൊളിവുകൾ വീണെന്ന് അർത്ഥമാണ് സ്ക്രാച്ച്ഡ്. ഹി വാസ് ബാർ ഫൂട്ടഡ്, എങ്ങനെയായിരുന്നു, നഗ്നപാതനായിരുന്നു, ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. നോട്ട് ബിക്കോസ് ഹി കുഡൻറ്റ് അഫോർഡ് ഷൂസ് വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. എന്നാൽ എന്തായിരുന്നു, ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. കുട്ടിക്ക് എന്തറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ഫീൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? വാം സ്റ്റോൺസ് അല്ലേ, ചൂടുള്ള കല്ലുകളിൽ, ആൻഡ് കൂൾ ഗ്രാസ്, തണുത്ത പുല്ലുകളൊക്കെ അനുഭവിച്ചറിയാൻ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഹി ഡിഡ് നോട്ട് വെയർ എനി ഷൂസ് ധരിച്ചില്ല. നിങ്ങൾ നഗ്നപാതനായിട്ട് എപ്പോഴും നടക്കാറുണ്ടോ? നഗ്നപാതനായിട്ട് മഞ്ഞക്കൂടെ, ഈ മഴവെള്ളത്തിൽ കൂടെയൊക്കെ നിങ്ങൾ നടക്കാറുണ്ടോ? അല്ലെങ്കിൽ നിലത്തൂടെയൊക്കെ നടക്കാറുണ്ടോ? അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും അല്ലേ. പുല്ലിലൊക്കെ നമ്മൾ നഗ്നപാതനായിട്ട് നടന്നാൽ നല്ല ഉറക്കമുണ്ടാവുമെന്നാണ് പറയുന്നത്. പുല്ലിൽ, ചെറിയ പുല്ലിലൊക്കെ നഗ്നപാതനായിട്ട് നടന്ന ഉറക്കമുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. Here was the opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. If he came home before dark,
before they returned, they wouldn't know where he had been. Yes, നമുക്ക് നോക്കാം, ഈ ഭാഗം നോക്കാം. ടേക്ക് എന്നൊരു ക്രിയ ഇതിലുണ്ട്. ടേക്ക് എന്ന ക്രിയൻ്റെ പാസ്റ്റ് ടുക്കാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ ആണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ. അതുപോലെ മറ്റൊരു ക്രിയയാണ് ഫൈൻഡ്. ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫൗണ്ട് ആണ്. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട് ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം അവസരം എന്നാണ്. ഓപ്പർച്യൂണിറ്റി അല്ലേ, എ ചാൻസ് അല്ലെങ്കിൽ അവസരമാണ് ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബന്ധുക്കളാണ് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ അല്ലേ, നമ്മുടെ ബന്ധുക്കളാണ് എന്താ പറയുക, റിലേറ്റീവ്സ് എന്ന് പറയുക. എൻറ്റയർ ഡേ, എൻറ്റയർ എന്ന് വെച്ചാൽ മുഴുവൻ, ഹോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നർത്താണ് എൻറ്റയർ ഡേ എന്ന് അർത്ഥാക്കുന്നത്. എൻറ്റയർ. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചു വരികയാണ്. ഇതിലൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. നോ, ന്യൂ, നോൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൽ എന്താ പറയാൻ നോക്കാം, ഈ കുട്ടിയെ പറ്റി എന്താ അതിൽ പറയാൻ നോക്കാം അല്ലേ. ഇറ്റ് വാസ് 11 o'clock. ഇത്ര സമയം ഉണ്ടായിരുന്നു, 11 o'clock. ആൻഡ് ഹീ ന്യൂ ഹിസ് പാരൻസ് വുഡൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. ഹീ ന്യൂ ദാറ്റ് ടിൽ ഈവനിങ് ഹിസ് പാരൻസ് വുഡ് നോട്ട് കം ബാക്ക് അല്ലേ. പാരൻസ് എപ്പം വരില്ല, വൈകുന്നേരം ആകുന്നവരെ പാരൻസ് വരില്ല. ആർക്ക് ഉറപ്പായിരുന്നു, കുട്ടിക്ക് ഉറപ്പായിരുന്നു. ആൻഡ് വാട്ട് വാസ് എ ടൈം, ദാറ്റ് ടൈം, ഇത്രയും സമയം എത്രയായിരുന്നു, 11 o'clock ആയിരുന്നു, 11 മണിയായിരുന്നു അല്ലേ. ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ഹീ കുഡ് ടേക്ക് വിത്ത് ഹിം. അവിടെ എന്തുണ്ടായിരുന്നു, ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ്, ബ്രെഡിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അല്ലേ. ഹീ കുഡ് ടേക്ക് വിത്ത് ഹിം, ഹീ കുഡ് ടേക്ക് ഇറ്റത്. ആൻഡ് ഓൺ ദ വേ ഹീ മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. കുട്ടി എന്ത് കരുതി, ആ ഒരു ലോഫ് ഓഫ് ബ്രെഡ് എടുക്കാമെന്ന് കരുതിയില്ലേ. ആൻഡ് ഓൺ ദ വേ, വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹീ മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്, കുറച്ച് പഴങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന കുട്ടി കരുതി. അതുകൊണ്ട് ലോഫ് ഓഫ് ഫ്രൂട്ടും, ആ ഒരു ബ്രെഡിൻ്റെ കഷ്ണവും, പിന്നെന്താണ് ഫ്രൂട്ട്സ് അല്ല, ലോഫ് ഓഫ് ബ്രെഡിൻ്റെ കഷ്ണവും പഴങ്ങളും കഴിക്കാമെന്ന് കരുതി കുട്ടി അത് എടുത്തു അല്ലേ. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ദ ബോയ് ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് കുട്ടി എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് അല്ലേ. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഡേ. അവരെന്താണ്, റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫോർ എൻറ്റയർ ഡേ എന്ന് വെച്ചാൽ അവർ പോയിട്ട് വരാൻ അത്ര സമയം എടുക്കും. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അപ്പം കുട്ടീനെ തനിയെ വിട്ടതാണ്, കുട്ടീനെ ഒറ്റയ്ക്ക് വിട്ടാണ്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ഇരുടാവുന്നതിന് മുമ്പ് കുട്ടി വരികയാണെങ്കിൽ, ബിഫോർ ദ റിട്ടേൺ, അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് കുട്ടി തിരിച്ചു വരികയാണെങ്കിൽ, ദ വുഡൻ നോ വേർ ഹി ഹാഡ് ബീൻ. കുട്ടി എവിടെയായിരുന്നുള്ളത് ആരും അറിയില്ല എന്ന് കുട്ടി കരുതി. അതുകൊണ്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ചൈൽഡ് ടു ഗോ ആൻഡ് സീ ദ റിവർ. ഹി തോട്ട് സോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നോക്കാം. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers. But there were no village beyond the mountain or near the river. ഒരു ക്രിയ നോക്കാം. വെൻഡ് എന്ന ക്രിയ നിങ്ങൾക്ക് അറിയുന്ന, എല്ലാവർക്കും അറിയുന്നതാണ്. ഗോ എന്ന ക്രിയേൻ്റെ പാസ്റ്റ് ആണ് വെൻഡ്. നിങ്ങൾക്കറിയാം, ഗോ, വെൻഡ്, ഗോൺ എന്നാണ്. ഗോ, വെൻഡ്, ഗോൺ. പിന്നെ റാപ്ഡ്, RAPPED അല്ലേ, റാപ്ഡ്, WRAPPED. റാപ്ഡ് എന്ന് വെച്ചാൽ പൊതിയുക, കവർ ചെയ്ത് നമ്മൾ പറയാം, റാപ്ഡ് എന്ന് പറയാം അല്ലേ. അറിയാമല്ലോ നിങ്ങൾക്കല്ലേ. പാത്ത് എന്ന് വെച്ചാൽ മാർഗ്ഗം അല്ലെ, വഴിയാണ്. സ്റ്റീപ്പിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെങ്കുത്തായ അല്ലെ, അങ്ങനെ ചെങ്കുത്തായി കിടക്കുന്നത് നമ്മൾ സ്റ്റീപ്പിൽ എന്ന് പറയാം, സ്റ്റീപ്പിലി. റോസ് എന്ന് പറഞ്ഞാൽ റൈസ് എന്ന ക്രിയേൻ്റെ പാസ്റ്റാണ് റോസ്. റൈസ്, റോസ്, റൈസൺ എന്നാണ് അതിൻ്റെ 3 ഫോംസ് ഇല്ലേ. റൈസ്, റോസ്, റൈസൺ. വുഡ് കട്ടേഴ്സൊക്കെ അറിയാലോ, മരം വെട്ടുകാരാണ് അല്ലേ. മിൽക്ക് മെൻ അറിയാലോ. ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ കഴുതയുടെ മുകളിൽ സവാരി ചെയ്യുന്ന ആൾക്കാരാണ് മ്യൂൾ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നോക്കാം. ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. He went inside the house and he took the loaf of bread and covered or wrapped in a newspaper. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്തു, ആ ഒരു ബ്രെഡ് കവർ ചെയ്തു അല്ലെ, പൊതിഞ്ഞെടുത്തു. Then he closed all the doors and windows. പിന്നെ എന്ത് ചെയ്തു, he closed all the doors and windows. എല്ലാ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചു അല്ലേ. പിന്നെ പോകാൻ റെഡിയാവുകയാണ്. The path to the river dropped steeply into the valley. ആ പാത്ത്, ആ ഒരു മാർഗം എന്താണ്, ആ ഒരു വഴി, റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ആ നദിയിലേക്ക് ഇങ്ങനെ താഴ്ന്നില്ല, ഇങ്ങനെ ചെങ്കുത്തായി കിടന്നു. ദെൻ റോസ് ആൻഡ് വെൻറ്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടൻ. പിന്നെ ഉയർന്നിട്ട് ആ ഒരു വലിയ മൗണ്ടൈനിൽ അതിന് ചുറ്റും ഇങ്ങനെ റോസ് ആൻഡ് വെൻറ്റ് റൗണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നതാണ് അത് വഴി.
ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജസ്. ആരാണ് ഈ വഴി യൂസ് ചെയ്യുക? യൂസ്ഡ് ബൈ ദ വില്ലേജസ്, വില്ലേജിലെ ആൾക്കാരല്ലേ, ഗ്രാമീണർ. പിന്നെ ദ വുഡ് കട്ടേഴ്സ്, മരം വെട്ടുകാർ. മിൽക്ക് മാൻ, പാൽക്കാർ അല്ലേ. ആൻഡ് മ്യൂൾ ഡൈവേഴ്സ്, പിന്നെ കഴുത സവാരിക്കാരൊക്കെ ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ബട്ട് ദർ വർ നോ വില്ലേജ് ബിയോണ്ട് ദ മൗണ്ടൻ. ആ മൗണ്ടൻ്റെ അപ്പുറം എന്തുണ്ടായിരുന്നില്ല? നോ വില്ലേജ്, അവിടെ വില്ലേജ് ഉണ്ടായിരുന്നില്ല. ഒരു ഓർ നിയർ ദ റിവർ, റിവറിൻ്റെ അടുത്തോ, ആ കുട്ടി കാണാൻ പോകുന്ന റിവറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു മൗണ്ടൻ്റെ അപ്പുറം എന്തുണ്ടായിരുന്നില്ല? വേറെ ഗ്രാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇതാണ് ഗ്രാമം. ഈ കുട്ടി താമസിക്കുന്നതാണ് ഗ്രാമത്തിൻ്റെ അറ്റം. അപ്പം കുട്ടി എങ്ങോട്ട് പോവാണ്? നദി കാണാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ. ഓക്കെ. The boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and weathered face and muscles that stood out in hard, ugly lumps. 7 miles, he said, which was fairly accurate. Why do you want to know? I am going to the river, said the boy. Alone? Of course. അപ്പം എന്താണ്? വുഡ് കട്ടറും ബോയും അല്ലേ, അവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് നോക്കാം. വുഡ് കട്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല, മരം വെട്ടുകാരനാണേ. പവർഫുൾ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് പവർലെസ് ആണ്. പവർഫുൾ, വീക്ക് എന്ന് പറയാം. വീക്ക് അല്ലേ, വീക്ക്. പവർഫുള്ളിൻ്റെ ഓപ്പോസിറ്റ് വീക്ക് പറയാം. ഷോർട്ട് അല്ലേ, ഷോർട്ട്, SHORT. ഷോർട്ടിൻ്റെ കമ്പാരറ്റീവ് ഫോം ഷോർട്ടറും സൂപ്പർലേറ്റീവ് ഫോം ഷോർട്ടസ്റ്റും ആണ്. ഷോർട്ട്, ഷോർട്ട്, ഷോർട്ടസ്റ്റ്. ക്രീസ്ഡ് എന്ന് വെച്ചാൽ ചുളിവുകൾ വീണെന്നർത്ഥം. ക്രീസ്ഡ്, ചുളിവുകൾ വീണ്. ലംസ് എന്ന് വെച്ചാൽ സ്വെല്ലിംഗ് ആണ്, തടിപ്പുണ്ടാവില്ല. മുഴയ്ക്കും തടിപ്പിനൊക്കെ ലംസ് എന്ന് പറയാം. ഓക്കെ. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ. കുട്ടി എന്ത് ചെയ്തു? ഒരു വുഡ് കട്ടർ പാസ് ചെയ്തില്ലേ, കടന്നു അല്ലേ. ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. റിവറിൻ്റെ അടുത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. എത്ര ദൂരം ഉണ്ട് റിവറിൻ്റെ അടുത്തേക്ക് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞു? ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മെൻ. വുഡ് കട്ടർ എന്തായിരുന്നു? ഷോർട്ട് ആയിരുന്നു അല്ലേ, ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു. പക്ഷെ എന്താണ്? പവർഫുൾ മെൻ, സ്ട്രോങ് ആണ് അല്ലേ, നല്ല സ്ട്രോങ് ആണ്. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ് അല്ലേ. ക്രീസ്ഡ്, മുഖത്തൊക്കെ ചുളിവുകൾ വീണിട്ട് ഇങ്ങനെ ചുക്കിച്ചുളിനുള്ള മുഖമാണുള്ളത്. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. നല്ല മസിൽസ് ഉണ്ടായിരുന്നു അല്ലേ. ഈ തടിപ്പ് ഇങ്ങനെ കൈൻ്റെ ഒക്കെ കാലിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ നല്ല മസിൽസ് ഉള്ള ഒരു ആളായിരുന്നു ഈ വുഡ് കട്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ആൻസർ പറഞ്ഞു? 7 മൈൽസ് അല്ലേ. അപ്പോൾ എത്ര ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട്? 7 മൈൽസ്, 7 മൈൽസ് അല്ലേ. ഹി സെഡ് വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്. അത് കൃത്യമാണെന്ന് കുട്ടിക്ക് തോന്നി. വൈ ഡു യു വാണ്ട് ടു നോ? വൈ ഡു യു വാണ്ട് ടു നോ? എന്താണ് നിനക്ക് അറിയാൻ ആഗ്രഹം ആര് ചോദിച്ചു? വുഡ് കട്ടർ ചോദിച്ചു. കുട്ടി എന്താ പറയുന്നത്? ഐ ആം ഗോയിങ് ടു ദ റിവർ, സെഡ് ദ ബോയ്. കുട്ടി എന്ത് പറഞ്ഞു? ഐ ആം ഗോയിങ് ടു ദ റിവർ. ഞാൻ റിവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ, റിവറിലേക്ക് പോവുകയാണ്. എലോൺ, ഇപ്പം വുഡ് കട്ടർ ഇരിക്കുകയാണ്. എലോൺ, ഒറ്റയ്ക്കാണ്. ഒരു അത്ഭുതം അല്ലേ, അത്ഭുതമല്ല ഒരു ചോദ്യം. ഒറ്റയ്ക്ക് പോവുകയാണോ അല്ലേ. എലോൺ? ഓഫ് കോഴ്സ്. കുട്ടി നാച്ചുറൽ എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ്, തീർച്ചയായും എന്ന് പറഞ്ഞു അല്ലേ. ബാക്കി നോക്കാം. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours to reach there, and then you have to come back. It will be getting dark. Besides, it is not an easy road. But I am a good walker, said the boy, though he had never walked further than the mile from his house to his school. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. പക്ഷെ എന്താണ്? ഒറ്റയ്ക്ക് പോകാണോ? ഇറ്റ് ഈസ് ടു ഫാർ. അത് ഒരുപാട് ദൂരത്താണെന്ന് പറഞ്ഞല്ലേ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദർ. ടു റീച്ച് ദർ യു ഹാവ് ടു വാക്ക് 3 hours. നിങ്ങൾ 3 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. പിന്നെ തിരിച്ചു വരേണ്ടതില്ലേ, ഇന്നും തിരിച്ചു വരുമ്പോൾ വേണ്ടേ. അപ്പോൾ എന്താണ്? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. വെൻ യു കം ബാക്ക് ഇറ്റ് വിൽ ബി ഡാർക്ക്. തിരിച്ചു വരുമ്പോൾ ഡാർക്ക് ആയിരിക്കും. ആര് പറഞ്ഞു? വുഡ് കട്ടർ പറഞ്ഞു. ബിസൈഡ്സ്, ഇതിനൊക്കെ ഉപരിയായിട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. ഇത് എന്ത് റോഡല്ല? ഒരു ഈസി നല്ല റോഡല്ല എന്ന് പറയും. ബട്ട് ഐ എം എ ഗുഡ് വാക്കർ. കുട്ടി എന്താ പറയുന്നത്? ഐ എം എ ഗുഡ് വാക്കർ. നല്ലൊരു വാക്കറാണ് അല്ലേ. സെഡ് ദ ബോയ്, ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. കുട്ടി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ഹി നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ അല്ലേ. വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള എത്ര ദൂരം, എത്ര മൈലുണ്ടോ അതിൽ കൂടുതൽ കുട്ടി ഒരിക്കലും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന് കുട്ടി എന്ന് പറഞ്ഞു? ഐ ആം എ ഗുഡ് വാക്കർ എന്ന് പറഞ്ഞു അല്ലേ. ബാക്കി എന്താ നോക്കാം. ദ പാത്ത് വാസ് സ്റ്റീപ്പ് and the boy had to run most of the time. It was a dizzy, winding path, and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. Soon the boy was in the valley, and the path straightened out and rose. He met a girl who was coming from the opposite direction.
ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഭാഗം നോക്കാം. ഇതിലെന്താണെന്ന് വെച്ചാൽ ലഷ് എന്നൊരു വാക്കുണ്ട്, ലഷ് അല്ലേ. ലഷ് എന്ന് വെച്ചാൽ സമൃദ്ധമായ എന്നർത്ഥമാണ്, സമൃദ്ധമായി വളരുന്നതാണ് ലസ് എന്ന് പറയുക. ഫേൺസ് എന്ന് വെച്ചാൽ സസ്യങ്ങളാണ്, സസ്യമാണ് ഫേൺസ് കേട്ടോ. പിന്നെ റിയേഡ് എന്ന് വെച്ചാൽ ഇറക്റ്റ്, ഇങ്ങനെ റിയേഡ് ഇങ്ങനെ വിരിയാനുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇറക്റ്റ് ഇങ്ങനെ പൊങ്ങി വിരിയാനുള്ള അർത്ഥമുണ്ട്. അതാണ് എന്തെന്ന് റിയേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പം എന്താണ്, ദ പാത്ത് വാസ് സ്റ്റീപ്പ്, പാത്ത് ആ വഴി എങ്ങനെയാണ് കുത്തനെയുള്ളായിരുന്നു. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം, കുട്ടിക്ക് പലപ്പോഴും ഓടേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലേ, ഓടിക്കൊണ്ട് പോവാണ്. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്, ഇങ്ങനെ വൈൻഡിങ് വളഞ്ഞു പൊളഞ്ഞ വഴിയാണ് അല്ലേ. ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്, 1-2 തവണ എന്ത് ചെയ്തു, ഹി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഡൗൺ, 1-2 തവണ താഴെ വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, നല്ലതാണ് ഹിൽ, ആ കുന്നെന്തായിരുന്നു, സമൃദ്ധമായിട്ടുള്ള പച്ച ഇലകളുള്ള സസ്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. ദ ട്രീസ് വേർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, ഈ മരങ്ങളൊക്കെ എന്താണ്, ബള്ളികൾ ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്, ഇലകളുടെയും സസ്യങ്ങളൊക്കെ അടിക്കുന്നത് എന്താണ്, ഒരു വൈൽഡ് ഡാലിയ, ഒരു കാട്ടിലെ ഡാലിയ പുഷ്പം ചെയ്ത് ഇങ്ങനെ റിയേർഡ്, അതിങ്ങനെ ഗോൾഡൻ ഹെഡ്, അതിൻ്റെ എന്ത് കാണിച്ചു, ചുവന്ന ഗോൾഡൻ കളറിലുള്ള ആ ഒരു മുഖം കാണിച്ചു അല്ലേ. സോൺ ദ ബോയ് വാസ് ഇൻ ദ വാലി, കുട്ടിയപ്പം താഴെത്തി, വാലി താഴ്വാരത്തിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻ ഔട്ട് ആൻഡ് റോസ്, പാത്ത് അവിടെ നിന്ന് വഴി എന്ത് ചെയ്തു, സ്ട്രൈറ്റൻ നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോവാണ്. ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അപ്പോൾ അവിടെ നിന്ന് സംഭവിച്ചു, കുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടില്ലേ, ഈ ബോയ് എന്ത് കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതിൻ്റെ എതിർ ദിശയിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയെ ആര് കണ്ടു, ഈ ബോയ് കണ്ടെത്തി. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇടുന്നതായിരിക്കും. ബാക്കി ഭാഗമില്ല, ബാക്കി ഭാഗം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഇവിടെ വരെയുള്ള ഒരു 6 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുക, വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ, വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ, റിവറിനെ കാണുന്നതിൽ നിന്ന് കുട്ടി എന്താണ് തടഞ്ഞത്, എന്താണ് കാഴ്ച മറച്ചതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മറന്നത്, നിങ്ങൾ പറയൂ. ഓക്കെ, ദ മൗണ്ടൈൻ അല്ലേ, ദ മൗണ്ടൈൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ, മൗണ്ടൈൻ ആണ് എന്ത് ചെയ്തത്, കുട്ടിയെ റിവർ കാണിക്കുന്നത് തടഞ്ഞു നിർത്തിയത് അല്ലേ, അല്ലെങ്കിൽ തടഞ്ഞത്, മൗണ്ടൈൻ്റെ മറവുകൊണ്ടാണ് കുട്ടിക്ക് റിവർ കാണാൻ പറ്റാത്തത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്, വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്, ഗ്രാമീണരിൽ നിന്നും കുട്ടി ആ ഒരു നദിയെപ്പറ്റി അല്ലെങ്കിൽ പുഴയെപ്പറ്റി എന്താണ് കേട്ടത് അല്ലേ. നമുക്ക് നോക്കാം എന്താണ് കേട്ടതെന്ന്. ഹി ഹേർഡ് അബൌട്ട് ദ ഫിഷസ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്, എന്താണ് കേട്ടത്, ഹി ഹേർഡ് അബൌട്ട് ദ ഫിഷസ്, അതിലുള്ള ഫിഷസ് അല്ലേ, മത്സ്യങ്ങളെ പറ്റിയും, ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്, അതിലുള്ള എന്താണ് റോക്സ്, പാറക്കൂട്ടങ്ങളെ പറ്റിയാണ് കുട്ടി കേട്ടത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബാർ ഫൂട്ടഡ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാമോ കുട്ടി ബാർ ഫൂട്ടഡ് നഗ്നപാതനായിട്ട് നടക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ. ഓക്കെ, വെരി ഗുഡ്. ദ ബോയ് ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്, കുട്ടിക്ക് എന്ത് ഇഷ്ടമായിരുന്നു, ബോയ് ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് അല്ലേ, എന്താണ് ഇങ്ങനെ ഊഷ്മളമായിട്ടുള്ള കല്ലുകളെയും പിന്നെന്താണ് കൂൾ ഗ്രാസ്, എന്താണ് തണുത്ത പുല്ലുകളൊക്കെ ടച്ച് ചെയ്ത് അറിയാൻ കുട്ടി ഇഷ്ടപ്പെട്ടു അല്ലേ. സോ ഹി ലൈക്ക്ഡ് ടു വാക്ക് ബാർ ഫൂട്ടഡ്, അതുകൊണ്ടാണ് കുട്ടി ബാർ ഫൂട്ടഡായിട്ട് നഗ്നപാതനായിട്ട് നടക്കാൻ കാരണം. കം ടു ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ, കുട്ടിക്ക് എങ്ങനെയാണ് അവർ റിവർ കാണാൻ അവസരം കിട്ടിയത് എങ്ങനെയാണെന്നല്ലേ, ഓപ്പർച്യൂണിറ്റി അല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കിട്ടിയത് ഈ ഒരു റിവർ കാണാൻ വേണ്ടി. ഒരുപാട് കാലമായിട്ട് കുട്ടി റിവർ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവസരം കിട്ടിയത് നമുക്ക് നോക്കാം. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ അല്ലേ. മദറും ഫാദറും എന്ത് ചെയ്തു, ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സിനെ കാണാൻ പോയിരിക്കുകയാണ് അല്ലേ. ദേ വെൻറ്റ് ടു സീ ദ റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ, എന്ന് മുഴുവൻ ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും അല്ലേ. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ, അവനെ ഒറ്റയ്ക്ക് വിട്ടതാണ്. ദസ് ഹി ഗോട്ട് എ ചാൻസ് ടു സീ ദ റിവർ, അങ്ങനെ എന്ത് ചെയ്ത് കുട്ടിക്ക് ഒരു ചാൻസ് കിട്ടി, റിവർ കാണാനുള്ളൊരു അവസരം അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ, വുഡ് കട്ടർ അല്ലേ മരംവെട്ടുകാരൻ എൻകറേജ് ദ ബോയ്, കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ട്, ടു ഗോ ടു ദ റിവർ അല്ലേ, ആ ഒരു പുഴയുടെ അടുത്തേക്ക് പോകാൻ കുട്ടിയെ മരംവെട്ടുകാരൻ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ചോദ്യം അല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അല്ലേ. നോക്കാം. നോ ഹി ഡിഡ്ന്റ്, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അല്ലേ. ഹി ആസ്ക്ഡ് ദ ബോയ് ഇഫ് ഹി വാസ് ഗോയിങ് അലോൺ, ഒറ്റയ്ക്കാണോ പോകുന്നത് ചോദിച്ചു അല്ലേ. ഹി ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് സോ ഫാർ ആൻഡ് ദ റോഡ് വാസ് നോട്ട് ആൻ ഈസി വൺ, പിന്നെ എന്താ പറഞ്ഞത്, അത്രയും ദൂരാണെന്നും
റോഡ് എന്തല്ല, ഈസി റോഡല്ല, നല്ല റോഡല്ല എന്ന് പറഞ്ഞു. ഹി ആൾസോ റിമൈൻഡഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ഗെറ്റിംഗ് ഡാർക്ക് വെൻ ഹി കെയിം ബാക്ക്. തിരിച്ചു വരുമ്പോൾ രാത്രിയാവുന്നും ആര് പറഞ്ഞു? വുഡ് കട്ടർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്, കുട്ടിയെ പോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഭാഗത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. കുട്ടി എന്താണ്, നല്ല നടത്തക്കാരനാണോ, നല്ല വാക്കറാണോ? വാക്കറാണെങ്കിൽ എന്ത് ചെയ്യുക, ഉത്തരം എന്തായിരുന്നാലും നിങ്ങളുടെ ഉത്തരത്തെ നീതീകരിക്കുന്ന സെൻറ്റൻസ് അതിനകത്ത് നിന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നോ ഹി വാസിൻഡ് എന്നല്ല, ഗുഡ് വാക്കർ അല്ല നമ്മൾ പറയുന്നത്. ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ അല്ലേ. സ്കൂളിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള എത്ര മൈൽ ദൂരമുണ്ടോ അത്ര ദൂരം മാത്രമേ കുട്ടി നടന്നിട്ടുള്ളൂ, അതിൽ കൂടുതൽ എങ്ങോട്ടും കുട്ടി നടന്നിട്ടില്ല. സോ ഈസ് നോട്ട് എ ഗുഡ് വാക്കർ, നല്ലൊരു വാക്കറല്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം, ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.